ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പൂരിയും അതിനോടനുബന്ധിച്ച് ഒരു സിമ്പിളായിട്ടുള്ള ആലു കറി ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ആലു കറി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഒരു കുക്കർ എടുത്താൽ കുക്കർ ചൂടായി വരുമ്പോൾ നമുക്കതിൽ ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു സ്പൂൺ അതിൽ കടുക് ഇട്ട് കൊടുക്കണം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ 2 മുളക് ഇട്ട് കൊടുക്കണം. അതെ, ബോൾ ചില്ലിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട്. ഇനി നമുക്കൊരു സവാള ഞാൻ വലുതായിട്ടിരിക്കണേ, അത് സ്ലൈസായി കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റുക. ഇനി ഞാൻ 2 ആലു എടുത്തിരിക്കണത്, അതതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് ഇതിലിട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് അതിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അധികം വെള്ളം ഒഴിക്കണ്ട. ഇനി നമുക്ക് ഈ കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിലായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെയാണ് പൂരി ഉണ്ടാക്കാൻ നോക്കാം. സാധാരണ ആക്ക തന്നെ പൂരിക്ക് പാകത്തിന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ബോൾസ് ആക്കണം. അത് എന്നിട്ട് കയ്യിലിട്ട് നന്നായിട്ട് തിരിച്ചിട്ട് ശരിയായിട്ടുള്ള ബോളായിട്ട് അതിങ്ങനെ ഷേപ്പ് കൊടുക്കുക. ഇനി നമുക്കിതിൽ എന്താ പറയുക, ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം ഇതിൻ്റെ മീതെ. എണ്ണ ഒഴിച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട്. കാരണം ഇത് പരത്തുമ്പോൾ ഗോതമ്പ് പൊടി ഉപയോഗിക്കണില്ല, അതങ്ങനെ തന്നെ പരത്തിയെടുക്കുകയാണ് പൂരിയുടെ വലുപ്പത്തിൽ. ഈ ഗോതമ്പ് പൊടി ഉപയോഗിച്ച് പരത്തുകയാണെങ്കിൽ അത് എണ്ണയിലിടുമ്പോൾ അത് കരിയും പെട്ടെന്ന്. ഇനി നമുക്കിത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനില്ല. അപ്പോൾ നമ്മുടെ പൂരി തയ്യാറായി. ഇനി നമുക്ക് കറി നോക്കാം. കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ കറി എല്ലാം നന്നായിട്ടുണ്ട്. സ്വല്പം വെള്ളം അധികം തോന്നണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് വറ്റി. ഇനി ആലു ഒന്ന് മാഷ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ മല്ലിയില ഇടാം. മല്ലിയില ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് കുറച്ചും കൂടി മല്ലിയില ഇട്ടത് ഗാർണിഷ് ചെയ്യാം. നോക്കൂ, ഇപ്പോൾ നമ്മുടെ ആലു കറിയും തയ്യാറായി, പൂരിയും തയ്യാറായി. ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് എല്ലാവരും വീട്ടിലുണ്ടാക്കി